ആധുനിക സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും യുദ്ധകളങ്ങൾ ഭരിക്കുന്ന 21ാം നൂറ്റാണ്ടിൽ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് പറന്നുയർന്ന ഒരു യുദ്ധവിമാനം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ സ്തബ്ധരാക്കിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെട്ട പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വൈപരീത്യങ്ങളിൽ ഒന്നായി മാറുന്നു. ഇറാന്റെ പക്കലുള്ള ഏകദേശം 50 വർഷത്തിലേറെ പഴക്കമുള്ള F-5 അതായത് F-5 ടൈഗർ 2 എന്ന യുദ്ധവിമാനം അമേരിക്കയുടെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് കടന്നുവന്ന വാർത്ത NBC ന്യൂസ് പുറത്തുവിടുമ്പോൾ അത് കേവലം ഒരു ആക്രമണത്തിന്റെ വാർത്ത മാത്രമല്ല, മറിച്ച് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ പരാജയത്തിന്റെ കഥ കൂടിയാണ്. 1960കളിൽ അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളായി ഇറാനിലെത്തിയ F-5 വിമാനങ്ങൾ ഇന്ന് അമേരിക്കയ്ക്ക് തന്നെ തലവേദനയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. വടക്കൻ കുവൈറ്റിലെ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന ലോജിസ്റ്റിക്സ് കേന്ദ്രമായ ക്യാമ്പ് ബ്യൂറിങ്ങിന് അതായത് അൽ ഉദൈരി എയർബേസിന് നേരെയായിരുന്നു ഇറാന്റെ ഈ അപ്രതീക്ഷിത നീക്കം. പേട്രിയറ്റ് മിസൈൽ ബാറ്ററികളും അത്യാധുനിക റഡാറുകളും ഇന്റർസെപ്റ്ററുകളും കാവൽ നിൽക്കുന്ന ഒരു അതീവ സുരക്ഷാ മേഖലയിലേക്ക് ഇത്രയേറെ പഴക്കമുള്ള ഒരു വിമാനം എങ്ങനെ നുഴഞ്ഞു കയറി എന്നത് പെന്റഗണിലെ ഉന്നത ഉദ്യോഗസ്ഥരെ പോലും കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ഏകദേശം $5 ബില്യൺ അതായത് ഏകദേശം 41,000 കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഈ ഒരൊറ്റ ആക്രമണത്തിലൂടെ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ F-5 വിമാനങ്ങളുടെ ചരിത്രവും ഇറാന്റെ സൈനിക തന്ത്രങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. 1979ലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഇറാൻ ഷാ ഭരിച്ചിരുന്ന കാലത്താണ് ഈ വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിയത്. അക്കാലത്ത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്ന ഇറാൻ എന്നാൽ വിപ്ലവത്തിന് ശേഷം ബന്ധം വഷളാവുകയും അമേരിക്ക കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള ഭാഗങ്ങൾ പോലും ലഭിക്കാത്ത അവസ്ഥയിൽ ഇറാൻ സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്ത റിവേഴ്സ് എഞ്ചിനീയറിംഗ് വിദ്യയാണ് ഈ വിമാനങ്ങളെ ഇന്നും പറക്കാൻ പ്രാപ്തമാക്കുന്നത്. പ്രതിരോധങ്ങളെ അതിജീവിച്ച് പഴയ വിമാനങ്ങളെ നവീകരിച്ച് പുതിയ യുദ്ധമുറകൾക്ക് സജ്ജമാക്കിയ ഇറാന്റെ കഴിവ് സൈനിക വിദഗ്ധരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും പഴക്കമുള്ള ഒരു വിമാനത്തിന് ആധുനിക റഡാറുകളെ വെട്ടിക്കാനായത് എന്നതിലാണ് ഈ ആക്രമണത്തിന്റെ തന്ത്രം ഒളിഞ്ഞിരിക്കുന്നത്. സാധാരണയായി ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിവേഗത്തിൽ വരുന്ന മിസൈലുകളെയും അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളെയും തടയാനാണ്. എന്നാൽ F-5 വിമാനം വളരെ താഴ്ന്നു പറന്നാണ് ക്യാമ്പ് ബ്യൂറിങ്ങിന് മുകളിലെത്തിയത്. ടെറൈൻ മാസ്കിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഈ തന്ത്രത്തിലൂടെ പർവ്വതങ്ങളുടെയും ഭൂപ്രകൃതിയുടെയും മറപറ്റി റഡാർ തരംഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പൈലറ്റിന് സാധിച്ചു. ഡിജിറ്റൽ യുഗത്തിലെ അത്യാധുനിക സെൻസറുകൾക്ക് ചിലപ്പോൾ ഇത്തരം അനലോഗ് രീതിയിലുള്ള താഴ്ന്ന പറക്കലുകൾ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകാം. റഡാറുകളുടെ നിശ്ചിത പരിധിക്ക് താഴെ അതായത് ബിലോ ദി റഡാർ ഹൊറൈസൺ സഞ്ചരിച്ച പൈലറ്റ് സാധാരണ ബോംബുകൾ ഉപയോഗിച്ചാണ് അമേരിക്കൻ താവളത്തെ തകർത്ത് തരിപ്പണമാക്കിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഫിക്സഡ് വിങ് യുദ്ധവിമാനം അമേരിക്കൻ സൈനിക താവളത്തെ നേരിട്ട് ആക്രമിക്കുന്നതെന്ന് പെന്റഗണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടാണ്. ക്യാമ്പ് ബ്യൂറിങ്ങിന്റെ ആയുധപ്പുരകൾ, കമ്മ്യൂണിക്കേഷൻ സെന്ററുകൾ, വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഹാങ്ങറുകൾ എന്നിവയ്ക്ക് വൻതോതിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നതോടെ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. ഫെബ്രുവരി 28-ന് ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇറാൻ ഇതിനെ കാണുന്നത്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ സാധാരണമാണെങ്കിലും ഒരു യുദ്ധവിമാനം തന്നെ അയച്ച് അമേരിക്കൻ മണ്ണിൽ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള സുരക്ഷിത താവളത്തിൽ പ്രഹരമേൽപ്പിച്ചത് സംഘർഷത്തിന്റെ ഗതി മാറ്റിയിരിക്കുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയ വൃത്തങ്ങളിലും ഈ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രതിരോധത്തിനായി കോടിക്കണക്കിന് ഡോളർ ചെലവാക്കിയിട്ടും കാലഹരണപ്പെട്ട ഒരു വിമാനത്തെ തടയാൻ കഴിയാത്തത് എന്തുതരം സുരക്ഷയാണെന്ന ചോദ്യം റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. പെന്റഗൺ തങ്ങളുടെ ബജറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോഴും നിലവിലുള്ള സംവിധാനങ്ങളുടെ പാളിച്ചകൾ മൂടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. $200 ബില്യൺ അധിക ഫണ്ടാണ് നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അമേരിക്കൻ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കുവൈറ്റിലെ താവളത്തിന് നേരിട്ട ആഘാതം സൈനികരുടെ ആത്മവീര്യത്തെയും ബാധിച്ചിട്ടുണ്ട്. ഈ ആക്രമണം ഉയർത്തുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി സാങ്കേതിക വിദ്യയുടെ പരിമിതിയാണ്. നമ്മൾ എത്രത്തോളം ഡിജിറ്റൽ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നുവോ അത്രത്തോളം തന്നെ പഴയകാല തന്ത്രങ്ങളോട് നമ്മൾ ദുർബലരായി മാറുന്നു എന്നതിൻ്റെ തെളിവാണിത്. ഇറാന്റെ F-5 വിമാനം സുരക്ഷിതമായി തിരിച്ചിറങ്ങിയോ അതോ വെടിവെച്ചിടപ്പെട്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. എന്നിരുന്നാലും അത് നൽകിയ സന്ദേശം വ്യക്തമാണ്. യുദ്ധത്തിന്റെ ആയുധത്തിന്റെ പഴക്കമല്ല, അത് പ്രയോഗിക്കുന്ന തന്ത്രമാണ് പ്രധാനം.
ഇറാൻ അമേരിക്ക ബന്ധം കൂടുതൽ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഗൾഫ് മേഖലയിലെ US സാന്നിധ്യം പുനർചിന്തനത്തിന് വിധേയമാക്കേണ്ടി വരുമെന്ന് പല നിരീക്ഷകരും കരുതുന്നു. സ്വന്തം അതിർത്തിയിൽ നിന്ന് ദൂരെയുള്ള താവളങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്ക പരാജയപ്പെടുന്നത് സഖ്യകക്ഷികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒരു ചെറിയ രാജ്യത്തിന്റെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ലോകശക്തിയെ മുട്ടുകുത്തിക്കാമെന്ന ഇറാന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. വരും ദിവസങ്ങളിൽ അമേരിക്ക ഇതിനെങ്ങനെ മറുപടി നൽകുമെന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളും ലോകം ഉറ്റുനോക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആകാശ യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ 2026 ഈ സംഭവം ഒരു പുതിയ പാഠപുസ്തകമായി മാറും. പഴമയും പുതുമയും തമ്മിലുള്ള പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യമാണെന്ന് ഇത് തെളിയിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.